ഹായ് മക്കളെ, എല്ലാവർക്കും എക്സോഡസ് റിസർച്ചിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. വേഗം തന്നെ ടോപ്പിക്കിൽ പോവാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ CSCB സിലബസ് പ്രസിദ്ധീകരിച്ചായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് മൊഡ്യൂൾ 1 ബാങ്കിങ് ബന്ധപ്പെട്ട മൊഡ്യൂൾ 1 ആണ് ഇന്ന്. അതിൻ്റെ അകത്തെ എല്ലാ ടോപ്പിക്കുകളും കണ്ടന്റ് മുഴുവൻ ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല. അതിലെ ഒരു അക്കൗണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. മൊഡ്യൂൾ 1 ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ആണ്. ഷെഡ്യൂൾഡ്, നോൺ ഷെഡ്യൂൾഡ്, എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നൊക്കെ അറിയാം. പക്ഷേ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് ചോദ്യം വന്നിട്ടുള്ളത്. കാരണം ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ സെക്കൻഡ് ഷെഡ്യൂൾ വരണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടില്ല. അത് ഒരു തവണ ചോദ്യം വന്നിട്ടുള്ള ഈ പോയിന്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ നോട്ടാണ് കേട്ടോ, നമ്മുടെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള നോട്ടാണ്. ജസ്റ്റ് നോട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. വേഗം പോകുന്നു. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയോ മക്കളെ. RRBയുടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈമറി ഫംഗ്ഷൻ, അക്സെപ്റ്റ്, ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഡെപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, അക്സെപ്റ്റും ഡെപ്പോസിറ്റ് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കറണ്ട് ഡെപ്പോസിറ്റിലെ ഡിമാൻഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ റെക്കറന്റ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ മക്കളെ. നമ്മുടെ പുതിയ ബാച്ച് ഓഗസ്റ്റ് മാസം 2026 ഓഗസ്റ്റ് 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി മക്കളെ. ടോപ്പിക്കിലേക്ക് വേഗം വരുന്നു. ഇതാണ് നമ്മുടെ ടോപ്പിക്ക്, BSBDA. എന്താണ് BSBDA? നിങ്ങൾക്കറിയാം, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ് BSBDA നമ്മൾ പറയുന്നത്. എന്താണ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും സീറോ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റുകൾ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് സ്കീമാണ് BSBDA എന്ന് പറയുന്നത്. നേരത്തെ നമുക്കറിയാം സീറോ ബാലൻസ് അക്കൗണ്ട്, നോ ഫ്രിൽ അക്കൗണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിന്റെ പ്രത്യേകതയും ഇതിന്റെ പ്രത്യേകത നോക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. കാരണം സീറോ ബാലൻസ് അല്ലെങ്കിൽ നോ ഫ്രിൽ അക്കൗണ്ട് എന്നുള്ളതിനെ മാറ്റിയിട്ടാണ് BSBDA വന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ബാലൻസ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നു. വേഗം തന്നെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടത്. നോക്കിയോ മക്കളെ, അതിന്റെ ഫുൾ ഫോം ആദ്യം തന്നെ അത് പഠിച്ചു വെക്കണം. കാരണം BSBDA എന്താണ് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചു പോരണം എൻ്റെ കൂടെ. ദീസ് അക്കൗണ്ട്സ് were also known as no frill account 2005 and RBI renamed it as BSBDA in 2012. മക്കളെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്ത് ചെയ്തു? അതിനെ റീനെയിം ചെയ്തിട്ടുണ്ട് 2012-ലാണ്. അപ്പോൾ നോ ഫ്രിൽ അക്കൗണ്ട് ഇതൊരു തവണ ചോദിച്ചതാണ്. നോ ഫ്രിൽ അക്കൗണ്ട് 2005 പഠിച്ചു വെക്കണേ. 2005 നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതും സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു. അതിനെ തന്നെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു റീനെയിം ചെയ്തുകൊണ്ടാണ് BSBDA അക്കൗണ്ട് വന്നിട്ടുള്ളതെന്ന് പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് എ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട്. ഇന്ത്യൻ പൗരന് തുടങ്ങാൻ കഴിയുന്ന ഒരു സീറോ ബാലൻസ് മാത്രമുള്ള എന്ന് പറഞ്ഞാൽ ബാലൻസ്, പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും വേണ്ടാത്ത, ക്യാഷ് ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ നിർബന്ധമില്ലാത്ത അക്കൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ സീറോ ബാലൻസ് മതി. എന്ന് പറഞ്ഞാൽ സാറേ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ലേ, അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ അക്കൗണ്ടുകളൊക്കെ നിങ്ങൾ 500, 1000, 2000 അത് പല ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വ്യത്യാസം വരും. അത് ഇനിഷ്യലി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ സീറോ ബാലൻസിൽ കൊണ്ട് അല്ലെങ്കിൽ ₹1 പോലും ഡെപ്പോസിറ്റ് ചെയ്യാതെ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ് BSBDA അക്കൗണ്ട് എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതിനകത്ത് പല കുട്ടികളും തെറ്റിദ്ധാരണയിലൂടെ പഠിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളുണ്ട്. BSBDA അക്കൗണ്ടിന്റെ ചില പ്രത്യേകതകൾ, ചില ക്യാരക്ടേഴ്സ് എന്താണ് എന്നുള്ളത് തെറ്റിദ്ധരിച്ചു വെച്ചിരുന്ന കുട്ടികളുണ്ട്. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും, എനിക്ക് ഉറപ്പാണ്. നോക്കിയോ, ദിസ് അക്കൗണ്ട് പ്രൊമോട്ട്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നോക്കിയേ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു അക്കൗണ്ടാണ് BSBDA. അപ്പോൾ പഠിച്ചു വെക്കുക, ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാ. ഒരു പക്ഷേ താഴെ പറയുന്നതിൽ ഏതാണ് BSBDA അക്കൗണ്ടുമായി ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ ബന്ധമുള്ളത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. The primary feature of this account is that there is no requirement to maintain a minimum balance in the account
അക്കൗണ്ട് ഹോൾഡേഴ്സ് റിസീവ് എ ഫ്രീ റുപ്പേ ഡെബിറ്റ് കാർഡ്. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ മിനിമം ബാലൻസ്, ദർ ഇസ് നോ റിക്വയർമെന്റ്. അവിടെ ഒരു മിനിമം ബാലൻസ് സൂക്ഷിക്കണം എന്നുള്ളതിന്റെ ആവശ്യകതയില്ല. നിങ്ങൾക്ക് ഒരു മിനിമം ബാലൻസ് അവിടെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. മിനിമം ബാലൻസ് ഇല്ലാതെ നിങ്ങൾക്ക് സീറോ ബാലൻസിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റുപ്പേ ഡെബിറ്റ് കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, പഠിച്ചു വെക്കുക. BSBD accounts can be opened by any individual by providing KYC documents. ശ്രദ്ധിക്കണം, ഇവിടെ മുതൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഞാനിവിടെ പറയുന്ന കാര്യം, BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ KYC അല്ലെങ്കിൽ KYC പ്രൊസീജിയേഴ്സ് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ കൃത്യമായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഒരു BSBD അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ KYC അറിയാം, നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും കാര്യങ്ങളും നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനും നിങ്ങളെ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് KYC. എന്ത് ചെയ്യുക, നോംസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ BSBD അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ KYC ഡോക്യുമെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്താൽ, സബ്മിറ്റ് ചെയ്താൽ മാത്രമേ BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പഠിച്ചു വെക്കണം. ഇത് വേണ്ടാത്ത സാഹചര്യം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പഠിക്കണമെന്ന് പറയുന്നത്. ഇനി ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക് ബ്രാഞ്ച് ആസ് വെൽ ആസ് ATM ആൻഡ് CDM. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ബാങ്കിൽ പോയിട്ട്, ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിട്ടോ ATM CDM ഏതിലൂടെ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് രൂപണേ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് BSBDയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. നോ ലിമിറ്റ് ഓൺ നമ്പർ ആൻഡ് വാല്യൂ ഡെപ്പോസിറ്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ എ മന്ത്. മക്കളെ പഠിച്ചു വെച്ചോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, തെറ്റിക്കരുത്. വളരെ റാങ്ക് മേക്കിംഗ് ആയിരിക്കും, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. നോ ലിമിറ്റ് ഓൺ നമ്പർ ആൻഡ് വാല്യൂ. മക്കളെ, നിങ്ങൾ എത്ര തവണ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ഒരു മാസത്തിൽ എത്ര തവണ വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വന്നു, സാറേ അങ്ങനല്ലല്ലോ, BSBD എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ഒരു വർഷത്തിൽ ഇത്ര ലിമിറ്റ് ഉണ്ട്, ഇങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ സാറേ. 50,000 ഒന്നും 1,00,000 ഒന്നും 10,000 ഒന്നും ലിമിറ്റുകൾ പല രീതിയിൽ പറയുന്നത് പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കൺഫ്യൂഷൻ വന്ന കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ BSBD എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, BSBD ഒരു മാസം BSBD അക്കൗണ്ടിൽ നമ്പർ ആൻഡ് വാല്യൂ ഡെപ്പോസിറ്റിന് ലിമിറ്റ് ഇല്ല. എത്ര തവണ ഡെപ്പോസിറ്റ് വേണമെങ്കിലും ചെയ്യാം, എത്ര രൂപ എത്ര വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി ATM കാർഡ് ഓർ ATM കം ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ATM കാർഡ് അല്ലെങ്കിൽ ATM കം ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാറുണ്ട്. റെസിപ്റ്റ് അല്ല ക്രെഡിറ്റ് ഓഫ് മണി ത്രൂ എനി ഇലക്ട്രോണിക് ചാനൽ, ഡെപ്പോസിറ്റ്, കളക്ഷൻ ഓഫ് ചെക്ക് ഇൻക്ലൂഡിംഗ് ചെക്ക് ഡ്രോൺ ബൈ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ചെക്ക് സ്വീകരിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് മണി ഏത് രൂപേണയും നമുക്ക് ക്യാഷും റെസിപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിക് ചാനൽസ് വഴിയാണെങ്കിൽ ചെക്ക് രൂപേണയാണെങ്കിലും പറ്റും. അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ പ്രോബ്ലംസോ ഒന്നുമില്ല എന്നോർത്ത് വെക്കുക. BSBD ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ഓപ്പൺ പ്രൊവൈഡ് എ ഫ്രീ ചാർജ് ഓഫ് മിനിമം 4 വിഡ്രോവൽസ്. പഠിച്ചു വെക്കണം. പല കുട്ടികളും ഇത് മാക്സിമം 4 വിഡ്രോവൽസ് എന്ന് പഠിച്ചിട്ടുണ്ട്, തെറ്റാണ്. മിനിമം 4 വിഡ്രോവൽസ് ആ. ഓക്കെ, ഇനി including through ATM and other mode. Beyond 4 withdrawals, it is left to the discretion of the bank to either offer free of charge of additional withdrawals. അതായത് ഈ ബാങ്കുകൾ BSBD അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മിനിമം ഏറ്റവും കുറഞ്ഞത് 4 തവണയുള്ള വിഡ്രോവൽ എങ്കിലും ഫ്രീ ആയിട്ട് ATM ഉപയോഗിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 4 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫ്രീ ആയിട്ടുള്ള വിഡ്രോവൽ അനുമതി കൊടുക്കണം. പറഞ്ഞു മനസ്സിലായോ? അതായത് ATM ചാർജ് ഒന്നും ഈടാക്കാൻ പാടില്ല. മിനിമം ഏറ്റവും കുറഞ്ഞത് 4 തവണ, 5 ആവാം 6 ആവാം 7 ആവാം, അത് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഏറ്റവും കുറഞ്ഞത് 4 തവണയെങ്കിലും കൊടുക്കണം, അല്ലാതെ മാക്സിമം എന്നോ 4 എന്നോ അല്ല, ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? മിനിമം 4 വിഡ്രോവൽസ് ആണ് ഫ്രീ കൊടുക്കേണ്ടത്. ഇനി ബാക്കി ഫ്രീ ആയിട്ട് കൊടുക്കണോ അഡീഷണൽ ചാർജ് ഈടാക്കണോ, അത് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ. ബാങ്ക് ഹാവ് ദ റൈറ്റ് ടു ഇമ്പോസ് എ പെനാൽറ്റി, അല്ലെങ്കിൽ പെനാൽറ്റി എന്നല്ല, ഒരു ചാർജ് ഈടാക്കാൻ കേട്ടോ. പെനാൽറ്റി ഒന്നും അവിടെ വരുന്നില്ലേ. അപ്പം പഠിച്ചു വെക്കുക, BSBD മിനിമം 4 വിഡ്രോവൽസ് പ്രൊവൈഡ് ചെയ്യണം. മിനിമം ഫ്രീ ആയിട്ടുള്ള 4 വിഡ്രോവൽസ്. ചെക്ക് ബുക്ക് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ എ മിനിമം ഫ്രീ സർവീസ് ബട്ട് ആർ പെർമിറ്റഡ് ടു ഇഷ്യൂ ഫ്രീ ഓഫ് ചാർജ്. മക്കളെ, ചെക്ക് ബുക്ക് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ മിനിമം ഫ്രീ സർവീസ് ബട്ട് ആർ പെർമിറ്റഡ് ടു ബി ഇഷ്യൂഡ് ഫ്രീ ഓഫ് ചാർജ്. ഇവിടെ പറഞ്ഞ് ശ്രദ്ധിച്ചേ,
ചെക്ക് ബുക്ക് എന്ന് പറയുന്നത് മിനിമം ഫ്രീ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നല്ല. പറഞ്ഞു മനസ്സിലായോ? മിനിമം ഫ്രീ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല ചെക്ക് ബുക്ക് കൊടുക്കുക. ബട്ട് ആർ പെർമിറ്റഡ് ടു ഇഷ്യൂഡ് ഫ്രീ ഓഫ് ചാർജ്. വേണമെങ്കിൽ ഫ്രീ ആയിട്ട്, അപ്പോൾ ഫ്രീ ആയിട്ട് ATM കാർഡ് കൊടുക്കുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ചെക്ക് ബുക്ക് കൊടുക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ പറയാണ് ചെക്ക് ബുക്ക് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ മിനിമം ഫ്രീ സർവീസ്. മിനിമം കൊടുക്കേണ്ട സർവീസിൽ ചെക്ക് ബുക്ക് RBI ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ബാങ്കിന്റെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഫ്രീ ഓഫ് ചാർജിൽ ചെക്ക് ബുക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ, കീ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് BSBDA ചെക്ക് ബുക്ക്. ചെക്ക് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കുറെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. മാൻഡേറ്ററി സർവീസ് ആണ്. RBI റിക്വയർ ബാങ്ക് ടു പ്രൊവൈഡ് എ ഫ്രീ ATM കം ഡെബിറ്റ് കാർഡ്. കണ്ടോ, ബാങ്കിനോട് RBI പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഫ്രീ ആയിട്ട് ATM കം ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യണം. ഡെപ്പോസിറ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് 4 മന്ത്ലി വിഡ്രോവൽസ്, മിനിമം 4 വിഡ്രോവൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് എ ചെക്ക് ബുക്ക് ഈസ് നോട്ട് ലിസ്റ്റഡ് ആസ് എ മാൻഡേറ്ററി ഫ്രീ സർവീസ്. പക്ഷേ ചെക്ക് ബുക്ക് കൊടുക്കുക എന്നുള്ളത് ഫ്രീ സർവീസിന്റെ കാര്യത്തിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ ആണേ. നെക്സ്റ്റ്, ബാങ്ക് ആൻഡ് ഓഫർ ചെക്ക് ബുക്ക് ആസ് ആൻ അഡീഷണൽ ഓപ്ഷണൽ സർവീസ്. കണ്ടോ, ചെക്ക് ബുക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് അഡീഷണൽ ആയിട്ടൊരു ഓഫർ, ഒരു സർവീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇഫ് എ ബാങ്ക് പ്രൊവൈഡ്സ് എ ചെക്ക് ബുക്ക് വിത്ത് എ BSBDA, they may charge fees for it for exceeding the free withdrawals limit. അതായത് വിഡ്രോവൽ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ മിനിമം. അതായത് അതിനുശേഷം വരുന്നതിന്, ഇപ്പം ചെക്ക് ബുക്ക് കൊടുത്താലും അതിനുശേഷം വരുന്ന വിഡ്രോവൽസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു ചാർജ് ഈടാക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ബാലൻസ് എൻക്വയറി ത്രൂ ATM ഷുഡ് നോട്ട് ബി കൗണ്ടഡ് ഇൻ ഫോർ വിഡ്രോവൽസ് അലൗഡ് ഇൻ ചാർജ്. അതായത് 4 തവണ മിനിമം ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യുന്നതിൽ മിനിമം 4 തവണ ഫ്രീ ഓഫ് ചാർജ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയാണ്, നിങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്താൽ അതൊരിക്കലും ഈ 4 തവണ ട്രാൻസാക്ഷൻ്റെ അകത്ത് ഉൾപ്പെടുന്നതല്ല. അത് സെപ്പറേറ്റ് ആയിരിക്കും. അതിന് അങ്ങനെ പ്രത്യേകിച്ച് പഴുതുകളൊന്നും പറയുന്നില്ല. ഇനി പാസ്ബുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ. അത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കുക, പാസ്ബുക്ക് ഫെസിലിറ്റി ഉണ്ടാവും. ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹെൽപ്പ് ദ പോസ്റ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഹെൽപ്പ് ദം ടു ക്രിയേറ്റ് സേവിങ്സ് ആൻഡ് പ്രൊമോട്ട് ദ ത്രിഫ്റ്റ് എമംഗ് ദംസെൽസ്. അതായത് ഒരു സേവിങ് ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട്, സമൂഹത്തിലേക്ക് സേവിങ് ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്താണ് BSBD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഓപ്പൺ ചെയ്യാമല്ലോ, പ്രത്യേകിച്ച് ക്യാഷ് ബാലൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തിടാം. അപ്പം എല്ലാവരും ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമാകാനായിട്ട് RBI കണ്ടുപിടിച്ച ഒരു മാർഗമാണ് BSBDA. BSBD അക്കൗണ്ട് ഹോൾഡേഴ്സ് കനോട്ട് ഓപ്പൺ എ സേവിങ് അക്കൗണ്ട്. അതായത് ഒരു ബാങ്കിൽ ഇപ്പോൾ BSBD അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കുക. An individual is eligible to have only one basic savings deposit account in one bank. ഒരു ബാങ്കിൽ BSBD ഒരു അക്കൗണ്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ മറ്റൊരു സേവിങ്സ് ബാങ്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതുമല്ല എന്ന് പഠിക്കുക. One can have a term, fixed deposit, recurrent deposit, etc. accounts in the bank where one holds BSBD. അതായത് BSBD അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ആ ബാങ്കിൽ തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അയാൾക്ക് ആ ബാങ്കിൽ വേണമെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ റെക്കറന്റ് ഡെപ്പോസിറ്റോ ഓപ്പൺ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതിന് വേറെ കുഴപ്പങ്ങളോ പ്രോബ്ലംസോ ഒന്നും ഇല്ല എന്നുള്ളത് പഠിച്ചു വെക്കാം. If any existing customer have an savings account, he should close the account within a maximum period of 30 days after opening BSBDA. അതായത് ഇപ്പോൾ ഒരു ആൾക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, SBIയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു BSBD ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് 30 ദിവസം, മാക്സിമം 30 ദിവസത്തിനുള്ളിൽ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം രണ്ടും കൂടെ ഒരു ബാങ്കിൽ പറ്റില്ല. ദ കസ്റ്റമർ ക്യാൻ ഹാവ് എനി അതർ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്. മറ്റ് ഡെപ്പോസിറ്റുകൾ കുഴപ്പമില്ല, സേവിങ്സ് അക്കൗണ്ടിന്റെ കാര്യത്തിൽ മാത്രമേ പറ്റില്ല എന്നിവിടെ പറയുന്നുള്ളൂ. മക്കളെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നതാണ് നിങ്ങൾ ഇതുവരെ സംശയമായിട്ട് മനസ്സിലിട്ടിരിക്കുന്ന കാര്യം. പല കുട്ടികളും ഇത്രയും പഠിപ്പിച്ചു വരുന്നപ്പോഴും പല സംശയവും മനസ്സിലുണ്ട്. സാർ, എന്നാലും ഒരു മാസം ഇടുന്ന വിഡ്രോവൽസ്, ഒരു മാസം വരുന്ന ക്യാഷ്, അതിൻ്റെ വിഡ്രോവൽസിന് ലിമിറ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. BSBDA സ്മോൾ അക്കൗണ്ട്. എന്താണ് BSBDA സ്മോൾ അക്കൗണ്ട്? അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ KYC ഡോക്യുമെന്റ്സുകൾ വെരിഫൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ KYC ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് KYC ഡോക്യുമെന്റ്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ BSBD അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കൂ. സാധാരണ ഒരു അക്കൗണ്ട് പോലെ തന്നെ. ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താ? BSBDA സ്മോൾ അക്കൗണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? സാധാരണ രീതിയിൽ BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈഡ് KYC നോംസ് എന്ന് പറഞ്ഞാൽ അത്രയേറെ KYC റെഗുലേഷൻസ് ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന, എന്ന് പറഞ്ഞാൽ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി വേണ്ടാത്ത, റിക്വയർമെന്റ് ഇല്ലാത്ത ഒരു അക്കൗണ്ടാണ്
BSBDA സ്മോൾ അക്കൗണ്ട്. പൊതുവിൽ ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഈ ഫ്ലഡ്, അതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഡോക്യുമെന്റ്സ് എല്ലാം നഷ്ടപ്പെട്ടു. ആധാർ കാർഡ് പോയി, ID കാർഡ് നഷ്ടപ്പെട്ടവരുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ ഡോക്യുമെന്റ്സുകളൊന്നുമില്ല, ശരിയല്ലേ? അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇപ്പം ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിലും മറ്റൊരാൾ പൈസ കൊടുത്താലും അവർക്ക് സ്വീകരിക്കണമെങ്കിൽ വേറെ മാർഗ്ഗമില്ല, അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത്തരത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ BSBDA സ്മോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, പ്രത്യേകിച്ച് ഡോക്യുമെന്റുകൾ വേണ്ട. എന്നാൽ BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സ് വേണം, KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലായോ? അപ്പം BSBDA സ്മോൾ അക്കൗണ്ട് ആണെങ്കിൽ അത്രയേറെ പ്രൊസീജിയേഴ്സ് ഇല്ല. അപ്പം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ചെന്നിട്ട് അവർ ചെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. KYC ഡോക്യുമെന്റുകൾ, ആധാർ, ID കാർഡ് ഒന്നും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ BSBDA സ്മോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷേ അത്തരത്തിൽ ഓപ്പൺ ചെയ്യുന്ന സ്മോൾ അക്കൗണ്ടിന് ചില നിയന്ത്രണങ്ങൾ, ചില റെഗുലേഷൻസ് ഉണ്ട്. അതാണ് താഴെ പറയുന്നത്. അപ്പോൾ BSBDA അക്കൗണ്ട് അല്ല, BSBDA സ്മോൾ അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് ആണ് താഴേക്ക് ഞാൻ പറയാൻ പോകുന്നത്. BSBDA accounts opened with a simplified KYC norms and often classified as BSBDA small account. അതായത് സിംപ്ലിഫൈഡ് KYC, ഈ വാക്ക് പഠിക്കണേ. സിംപ്ലിഫൈഡ് KYC എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ BSBDA അക്കൗണ്ട് എന്ന് എഴുതരുത്, സ്മോൾ അക്കൗണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ടോട്ടൽ ക്രെഡിറ്റ് ഇൻ BSBDA അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 1 lakh in a year. അതായത് BSBDA സ്മോൾ അക്കൗണ്ടിന്റെ കാര്യം ഇവിടെ പറയുന്നത്, അത് ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ സ്മോൾ അക്കൗണ്ടിന്റെ പ്രത്യേകത ആണ്, ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് കാണാൻ പാടില്ല. മാക്സിമം 1 ലക്ഷമാണ് ക്രെഡിറ്റ് ലിമിറ്റ്. ഇനി മാക്സിമം ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 50,000 അറ്റ് എനി ടൈം. ഏത് സമയത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാലും 50,000 കൂടുതൽ ആ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവാനും പാടില്ല. ഒരു വർഷത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ വന്നിരിക്കാൻ പാടില്ല അക്കൗണ്ടിലേക്ക്. ഏത് സമയത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ 50,000 താഴെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ഡെപ്പോസിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അതാ പറയുന്നത് മാക്സിമം ബാലൻസ് ഷുഡ് നോട്ട് എക്സീഡ് 50,000. അടുത്തത്, ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ്സ് ബൈ വേ ഓഫ് ക്യാഷ് വിഡ്രോവൽ ആൻഡ് ട്രാൻസ്ഫർ വിൽ നോട്ട് എക്സീഡ് 10,000 ഇൻ എ മന്ത്. ഒരു മാസത്തിൽ 10,000 കൂടുതൽ വിഡ്രോ ചെയ്യാനും പാടില്ല. അതെങ്ങനെ ആയിക്കോട്ടെ, ക്യാഷ് വിഡ്രോവൽ ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുകയോ ക്യാഷ് വിഡ്രോവൽ നടത്തിയാലും ഒരു മാസത്തിൽ 10,000 കൂടുതൽ വിഡ്രോ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പാടില്ല. ഏതിന്? BSBDA സ്മോൾ അക്കൗണ്ടിന്റെ കാര്യമാണ് ഈ പറയുന്നത്. റെമിറ്റൻസ് ഫ്രം അബ്രോഡ് cannot be credited to small account without completing normal KYC ഫോർമാലിറ്റി. കണ്ടോ? വിദേശത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ റെമിറ്റൻസ് പണം വരികയാണെങ്കിൽ അതൊരിക്കലും ക്രെഡിറ്റ് ചെയ്യില്ല. cannot be credited to small account without completing normal KYC. സാധാരണ KYC ഫോർമാലിറ്റീസ് പൂർത്തീകരിക്കാതെ ഒരു കാരണവശാലും എബ്രോഡിൽ നിന്നുള്ള പണം റെമിറ്റൻസ് അക്കൗണ്ടിൽ വരാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? കാരണം ഇത് സിംപ്ലിഫൈഡ് KYC ആണ്. KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ വിദേശത്തു നിന്നുള്ള പണം അക്കൗണ്ടിൽ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്, സ്മോൾ അക്കൗണ്ട് ആർ വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 12 months. എടാ മക്കളെ, ഇതിന് കേവലം 12 മാസം മാത്രമാണ് ആയുസ്സുള്ളത്. Initially, which may be extended by another 12 months if the person provided proof having applied for officially valid document. ഇത് കണ്ടോ? ശ്രദ്ധിച്ചേ. ഇപ്പൊ ഒരു വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു BSBDA സ്മോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആധാർ ഇല്ല, ID കാർഡ് ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, പാസ്പോർട്ടില്ല, ഒരു പ്രൂഫും ഇല്ല. അദ്ദേഹം നോർമൽ ഒരു KYC ഇല്ലാതെ നോർമലായിട്ട് BSBDA സ്മോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ അക്കൗണ്ട് ഒരു വർഷത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഒരു വർഷം കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഒരു വർഷം കഴിഞ്ഞ് ക്ലോസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇദ്ദേഹം ആധാർ കൊണ്ട് കാണിക്കണം. സാറേ എനിക്ക് ആധാർ കിട്ടി കേട്ടോ, ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആധാർ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ ഇത് ഫോർമാലിറ്റീസ് KYC പൂർത്തീകരിക്കാം. അദ്ദേഹം ബാങ്കിൽ ചെന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ BSBDA സ്മോൾ അക്കൗണ്ട് മാറ്റി BSBDA അക്കൗണ്ട് ആവും. പിന്നെ ഒരു കുഴപ്പമില്ല, പിന്നെ അത് 12 മാസം കൊണ്ട് ക്ലോസ് ചെയ്യില്ല, പിന്നെ ലൈഫ് ലോങ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തോളൂ. പക്ഷേ 12 മാസമായിട്ടും ഇദ്ദേഹം ഇത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 12 മാസത്തെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സാധിക്കും. ആ ബാങ്കിൽ ചെന്ന് പറയാം, സാറേ ഞാൻ ആധാർ കാർഡിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റേഷൻ കാർഡിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, എനിക്കത് കിട്ടിയില്ല, ഇതുകൊണ്ട് സാറേ ഞാൻ അപേക്ഷ വെച്ച എൻ്റെ റെസിപ്റ്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രൂഫ് ഒക്കെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ, അപ്ലൈ ചെയ്തതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് കുറച്ച് നാളോടെ 12 മാസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഹാവിങ് അപ്ലൈഡ് ഫോർ ഒഫീഷ്യൽ ഡോക്യുമെന്റ് വേണ്ടി അപേക്ഷ വെച്ചിട്ടുണ്ടെന്നുള്ള തെളിവ് കാണിച്ചാൽ 12 മാസം നീട്ടി കൊടുക്കും. എന്നിട്ടും അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്താൽ അത് സാധാരണ രീതിയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നിങ്ങളെ
കുഴപ്പിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് BSBDA, എന്താണ് BSBDA സ്മോൾ അക്കൗണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലേ. ബാക്കി ഡോക്യുമെന്റ്സ് ബാക്കി കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഉണ്ട് കേട്ടോ. പിഗ്മി ഡെപ്പോസിറ്റ്, ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഓർ ഹൈബ്രിഡ്. നമ്മുടെ നോട്ട് നോക്കിയ മക്കളെ കാസ ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോ കോസ്റ്റ് ഡിപ്പോസിറ്റ് ആണ് അല്ലേ. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CDSനെ കുറിച്ച് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ലെൻഡിങ് മണി, ക്യാഷ് ക്രെഡിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ടേം ലോൺ, ബിൽ ഫിനാൻസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്. നമ്മുടെ നോട്ടിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ അത്രയേറെ നോക്കി അത്രത്തോളം ബുക്കുകളും ടെക്സ്റ്റുകളും യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളെല്ലാം റെഫർ ചെയ്തിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് കേട്ടോ. നോട്ടിൻ്റെ അകത്തൊന്നും ഒരു പോരായ്മയും നമ്മൾ വരുത്തിയിട്ടില്ല, വളരെ ക്ലിയർ ആയിട്ടാണ്. ഇറ്റ്സ് എ ഫണ്ട് ബേസ്ഡ് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊരു ചോദ്യം വന്ന് ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ഒരു ഫണ്ട് ബേസ്ഡ് ഫോർമാലിറ്റിയാണ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്താണ്, ക്രെഡിറ്റ് ക്രിയേഷൻ എന്താണ്, സെക്കൻഡറി ഫംഗ്ഷൻ ഏജൻസി, ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. നോട്ട് നോക്കിയ മക്കളെ നോട്ട് ഒരുപാടുണ്ട് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നോട്ടുകൾ നിങ്ങൾക്കുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് BSBDA മാത്രമാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. റീറ്റെയിൽ ബാങ്കിങ്, ഈ നോട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത്. റീറ്റെയിൽ ബാങ്കിങ് എന്താണെന്നുള്ളത്, ഹോൾസെയിൽ ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ്, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. അതിൻ്റെ നോട്ടുകളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. RRB എന്താണ്. ഓക്കെ, അപ്പോൾ BSBDA ആണ് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിച്ചത്. എനിക്കറിയാം അതിൻ്റെ അകത്ത് പല കുട്ടികൾക്കും സംശയം ഉണ്ടായിരുന്നൊരു ടോപ്പിക്കാണ് BSBDA. കാരണം BSBDA സ്മോൾ അക്കൗണ്ടുമായിട്ടൊരു കൺഫ്യൂഷൻ, ഇത് തമ്മിലുള്ള ഒരു മിംഗ്ലിംഗ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത എനിക്കറിയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 8-ാം തീയതിയാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. മക്കളെ നന്നായിട്ട് പഠിച്ചോളൂ. അടുത്ത ദിവസം ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ നന്നായി പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ജോലി നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സ് സൈനിങ് ഓഫ്. God bless you all and thank you.